ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 23-ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് 52-ാമത്തെ ഭാഗം. ഇതിൽ ദേവഹൂതിയുടെയും കർദമ മഹർഷിയുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. സ്വയംഭുവ മനുവിൻ്റെ 3 പുത്രിമാരിൽ ഒരുവളായ ദേവഹൂതിയെയാണ് കർദമ മഹർഷിക്ക് വേണ്ടി ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ബിന്ദു സരസ് എന്ന് പറയുന്ന ഗംഗാ സരസ്വതി നദീതീരത്തുള്ള ആശ്രമത്തിലേക്ക് മനു തൻ്റെ മകളുമായി വരികയാണ്. അങ്ങനെ കർദമനെ ഏൽപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗം വിവരിച്ചത്. അങ്ങനെ മകളെ അനുഗ്രഹിച്ച് വളരെ ദുഃഖത്തോടുകൂടി കണ്ണുനീരോടുകൂടി മകളെ അനുഗ്രഹിച്ച ശേഷം സ്വയംഭുവ മനു ശതരൂപയും അച്ഛനും അമ്മയും യാത്ര പറഞ്ഞ് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നൽകി പോവുകയാണ്. അച്ഛനമ്മമാരെ മടങ്ങിപ്പോയ ശേഷം പതിവ്രത രത്നവും മനോഗതി അറിഞ്ഞു പ്രവർത്തിക്കുവാൻ സമർത്ഥയുമായ ദേവഹൂതി ശ്രീ പാർവതി ദേവി പരമേശ്വരനെ എന്ന പോലെ ഭർത്താവായ കർദമ പ്രജാപതിയെ ശുശ്രൂഷിച്ച് ആശ്രമത്തിൽ താമസിച്ചു വന്നു. കർദമനെ വളരെ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടവളായിരുന്നു രാജകുമാരിയായ ദേവഹൂതി. സർവ സൗഭാഗ്യങ്ങളിലും വളർന്നു വന്ന സുന്ദരിയായ എല്ലാ ഗുണങ്ങളും തികഞ്ഞവളായ ആ ദേവഹൂതിയോട് നാരദ മഹർഷിയാണ് കർദമ മഹർഷിയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തത്. അന്നു മുതൽ അവളുടെ മനസ്സിൽ ഈ മഹർഷിയോടുണ്ടായ അനുരാഗമാണ് ഈ വിവാഹത്തിൽ കലാശിച്ചത്. ഭർത്താവിനെ ശുശ്രൂഷിച്ച് ആശ്രമത്തിൽ വളരെ സന്തോഷത്തോടുകൂടി താമസിച്ചു വരികയായിരുന്നു. വളരെ ഉറച്ച വിശ്വാസവും ശരീരശുദ്ധി, മനഃശുദ്ധി, അത്യന്തം ആദരവ്, ഇന്ദ്രിയങ്ങളുടെ അടക്കം, സ്നേഹപൂർവമുള്ള ശുശ്രൂഷ, മധുരമായ വാക്കുകൾ എന്നിവ തികഞ്ഞവളായിരുന്നു ദേവഹൂതി. കാമം, കാപട്യം, കോപം, അത്യാഗ്രഹം, പാപചിന്ത, അഹങ്കാരം എന്നിവയെ നിശേഷമകറ്റി ഒന്നിലും മറപറ്റാത്തവളായി ദേവഹൂതി വളരെ തേജസ്വിയായ ആ മഹർഷിയെ ശുശ്രൂഷിച്ചു. അങ്ങനെ മഹർഷി വളരെ സന്തോഷിച്ചു. തപസ്വിനിയായ ആ മുനിശ്രേഷ്ഠനെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്നെ നിർവൃതി അനുഭവിച്ചുകൊണ്ട് തീവ്ര തപസ്വിനിയായ ദേവഹൂതിയും മാറി. 12 കൊല്ലകാലം അങ്ങനെ അവർ കഴിഞ്ഞു. തന്നെ സർവാത്മന അനുസരിക്കുന്നവളും ഈശ്വരന് തുല്യം സ്നേഹിക്കുന്നവളും മനുവിൻ്റെ പുത്രിയുമായ ദേവഹൂതിയെ ഒരു ദിവസം കർദമൻ നോക്കി. ഈ 12 വർഷങ്ങൾക്ക് ശേഷം തികഞ്ഞ സ്വാത്വിക ചിന്തയോടുകൂടി തപസ്വിനിയായി മഹർഷിയോടൊപ്പം ആ യൗവനകാലം കഴിച്ചുകൂട്ടുകയാണ്. 12 വർഷക്കാലം. മനുപുത്രി ആയ ദേവഹൂതിയെ ഒരു ദിവസം കർദമൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം കാരുണ്യം കൊണ്ട് അലിഞ്ഞു. ഇത്രയും കാലത്തെ തപസ്വിനിയുടെ ജീവിതം കൊണ്ടും വ്രതനിഷ്ഠ കൊണ്ടും ദേവഹൂതി അത്യന്തം മെലിഞ്ഞിരിക്കുന്നു. സ്നേഹാധിക്യത്താലുണ്ടായ ഗദ്ഗതത്തോടെ കർദമൻ പറയുകയാണ്, ദേവഹൂതി, എനിക്ക് അഭിമാനം വളർത്തുന്നവളായ നിന്റെ ഭക്തി കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ഞാൻ അത്യധികം സന്തോഷിച്ചിരിക്കുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടത് സ്വന്തം ശരീരമല്ലേ? ആ ശരീരസുഖത്തെ നിശേഷം അവഗണിച്ചുകൊണ്ടാണല്ലോ നീ ഇത്രയും കാലവും എന്നെ ശുശ്രൂഷിച്ചത്. സ്വധർമ്മ അനുഷ്ഠാനത്തിലും തപസ്, സമാധി, ഉപാസന, യോഗം എന്നിവയാലും എനിക്ക് സ്വായത്തമായി തീർന്ന ഭഗവത് പ്രസാദങ്ങളെ നോക്കൂ. ഭർത്തൃശുശ്രൂഷയാകുന്ന ധർമ്മത്താൽ ഇവയ്ക്കെല്ലാം ഭവതിയും അവകാശമായി തീർന്നിരിക്കുന്നു. എനിക്ക് എന്തെല്ലാം ഗുണങ്ങൾ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ ആ ഗുണങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം എൻ്റെ പത്നിയായ നിനക്കും അവകാശപ്പെട്ടതാണ്. ഈ സിദ്ധി വൈഭവങ്ങൾ ശാശ്വതങ്ങളാണ്. ഞാൻ ഭഗവത് സേവ കൊണ്ട് നേടിയ ഈ സിദ്ധിവിശേഷങ്ങളൊക്കെ ഒരിക്കലും വറ്റാത്ത ശാശ്വതമായിട്ടുള്ള സത്യങ്ങളാണ്. മറ്റുള്ള സമ്പൽ സമൃദ്ധികളെല്ലാം കാലസ്വരൂപനായ ഭഗവാന്റെ പുരിക ചലനത്തിൽ കാലത്താൽ നശിക്കുന്നവയാണ്. നമ്മൾ സമ്പത്തും ഐശ്വര്യവും ഭൂമിയിൽ എത്ര നേടിയെടുത്താലും അത് കാലപ്രവാഹത്തിൽ, ആ കാലചക്രത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ തപസ്, സമാധി, യോഗം,
ജ്ഞാനം, ഇങ്ങനെയൊക്കെയുള്ള അറിവിലൂടെ നാം, അങ്ങനെയുള്ള ഉപാസനകളിലൂടെ, ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ നാം ഭഗവാനിൽ നിന്ന് നേടിയെടുക്കുന്ന സിദ്ധി വൈഭവങ്ങൾ ഒരിക്കലും നശിക്കാത്ത സർവ്വ ഐശ്വര്യത്തിൻ്റെയും ഉറവിടമായി തീരും. നീ ഇപ്പോൾ ഈ സിദ്ധി എല്ലാം നേടി ഒരു സിദ്ധയായി തീർന്നിരിക്കുകയാണ്. സ്വന്തം ധർമാചരണം കൊണ്ട് സമ്പാദിച്ച സിദ്ധി വൈഭവങ്ങളെ യഥേഷ്ടം നീ അനുഭവിച്ചു കൊള്ളുക. എല്ലാ ഐശ്വര്യങ്ങളും, എല്ലാ സമ്പൽ സമൃദ്ധിയും, സർവ സുഖ സൗകര്യങ്ങളും നിനക്ക് അനുഭവിക്കാൻ നീ യോഗ്യയായി മാറി. ഇവയൊന്നും രാജാക്കന്മാർക്ക് സുലഭങ്ങളല്ല. ഞാൻ നേടിയ, നീ തപസ്സുകൊണ്ട് നേടിയെടുത്ത ഈ സിദ്ധിവിശേഷങ്ങളൊന്നും രാജാക്കന്മാർക്ക് അനുഭവിക്കാൻ കഴിയില്ല. കാരണം രാജാക്കന്മാർ ഭൂമിയിലെ നശിച്ചു പോകുന്ന ഭോഗങ്ങൾ മാത്രമാണ് അവർക്ക് ആശ്രയമായിട്ടുള്ളത്. കർദമ പ്രജാപതി ഇത്രയും പറഞ്ഞപ്പോഴേക്കും ദേവഹൂതിക്ക് ജ്ഞാനദൃഷ്ടി വികസിച്ചു. 10,000 സംവത്സരക്കാലത്തെ തപസ്സുകൊണ്ട് കർദമ മുനിക്ക് സ്വായത്തങ്ങളായ സിദ്ധിവിശേഷങ്ങളെല്ലാം വെറും 12 കൊല്ലത്തെ ഭർതൃശുശ്രൂഷയാകുന്ന സ്ത്രീധർമ്മം കൊണ്ട് തനിക്കും അധീനങ്ങളായി തീർന്നിരിക്കുന്നു എന്ന് ദേവഹൂതിക്ക് മനസ്സിലായി. യോഗത്തിലും ഉപാസനകളിലും സമർത്ഥനായ ഭർത്താവിനെ പ്രീതനായി കണ്ടതോടുകൂടി ശരീരം ക്ഷീണിച്ചവളായ ദേവഹൂതിയുടെ മാനസിക ദുഃഖങ്ങളെല്ലാം നീങ്ങി. വിനയം, സ്നേഹം, ലജ്ജ ഇവയോടുകൂടിയവളായി തൊണ്ടയിടറിക്കൊണ്ട് മന്ദഹാസത്തോടെ ദേവഹൂതി പറയുകയാണ്: പ്രിയതമനായ മുനിശ്രേഷ്ഠ, ഈ സിദ്ധികളെല്ലാം അങ്ങയ്ക്കുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അങ്ങയെ ആശ്രയിച്ച് എനിക്ക് ഈ സിദ്ധികൾ കിട്ടിയതിലും ആശ്ചര്യമില്ല. സന്തതിയെ തന്ന് അനുഗ്രഹിക്കാമെന്ന് വിവാഹ സമയത്ത് അവിടുന്ന് പറഞ്ഞിരുന്നുവല്ലോ. മഹാനായ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന ഉത്തമ സന്തതി സ്ത്രീകൾക്ക് അഭിമാനകരമല്ലേ? അതിനാൽ നമ്മുടെ ദാമ്പത്യത്തിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അങ്ങയ്ക്ക് ദയവുണ്ടാവണം. നമുക്ക് താമസിക്കുവാൻ ഒരു ഭവനം വേണം. എൻ്റെ ഈ മെലിഞ്ഞുണങ്ങിയ ശരീരം ദാമ്പത്യ സുഖ അനുഭവത്തിന് തക്ക വിധത്തിലായി തീരുകയും വേണം. യുക്തമായതെന്താണോ അതവിടുന്ന് ചെയ്താലും. പത്നിയുടെ അപേക്ഷയെ മാനിച്ച് കർദമ പ്രജാപതി യോഗസിദ്ധി കൊണ്ട് അത്ഭുതകരമായ ഒരു വിമാനത്തെ സൃഷ്ടിച്ചു. അത് സങ്കല്പമനുസരിച്ച് എല്ലാ ലോകങ്ങളിലും സഞ്ചരിക്കുന്നതും സകല സുഖ സൗകര്യങ്ങളോട് കൂടിയതുമായിരുന്നു. നമ്മൾ എന്താണോ മനസ്സിൽ കാക്ഷിക്കുന്നത്, എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നോ ആ വിമാനം അവിടെ എല്ലാം എത്തുമായിരുന്നു. ഇതൊക്കെയാണ്. അതുപോലെ എല്ലാ സുഖ സൗകര്യങ്ങളും ആഗ്രഹിക്കുന്നതെല്ലാം അതിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഇതാണ് സിദ്ധി. അഷ്ടസിദ്ധികൾ കൊണ്ട് ഭഗവാൻ തരുന്ന ആ ഐശ്വര്യം. ഇത് ഭൂമിയിൽ എത്ര സമ്പത്ത് നേടിയാലും അധികാര പദവി നേടിയാലും കിട്ടുന്ന ഐശ്വര്യമല്ല. 7 നിലകളോട് കൂടിയതും സഞ്ചരിക്കുന്ന ഒരു രാജധാനി പോലെ ഉള്ളതുമായിരുന്നു ആ വിമാനം. പലവിധ രത്നങ്ങളാലും ശില്പവേലകളാലും അലങ്കരിക്കപ്പെട്ടതായിരുന്നു അത്. ഇങ്ങനെയുള്ള ആശ്ചര്യകരമായ വിമാനത്തെ കണ്ടപ്പോൾ ദേവഹൂതി വിചാരിച്ചു, വിമാനം അതിഗംഭീരം തന്നെ. പക്ഷേ എൻ്റെ ശരീരസ്ഥിതി അത്യന്തം ശോചനീയമാണല്ലോ. ഇങ്ങനെ ദേവഹൂതിയുടെ മനോഗതി മനസ്സിലാക്കിയ കർദമ പ്രജാപതി പറഞ്ഞു: ദേവഹൂതി, ഈ ബിന്ദു സരസിലിറങ്ങി ഒന്ന് സ്നാനം ചെയ്യൂ. ഈ സരസ് എല്ലാ അഭീഷ്ടങ്ങളെയും സാധിപ്പിച്ച് തരുന്നതാണ്. ബിന്ദു സരസ് എന്താണെന്ന് കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നു. കർദമ പ്രജാപതി 10,000 സംവത്സരക്കാലം തനിക്ക് നല്ല പ്രജകളെ ലഭിക്കുവാൻ വേണ്ടി, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി തപസ് അനുഷ്ഠിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണു, മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ആ സരസ്വതി തീരത്തുള്ള ആശ്രമത്തിൽ. അപ്പോൾ ഈ കർദമൻ ഇത്രയും കാലം എനിക്ക് വേണ്ടി തപസ് അനുഷ്ഠിച്ചപ്പോൾ ഇത്രയും മെലിഞ്ഞുണങ്ങി കൃശഗാത്രനായി തേജസ് ഉണ്ടെങ്കിലും ശരീരമെല്ലാം നഷ്ടപ്പെട്ടവനായിരിക്കുന്ന കർദമനെ കണ്ടിട്ട് എനിക്ക് വേണ്ടിയാണല്ലോ ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നതെന്നോർത്ത് ഭഗവാന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ വീണ് സരസ്വതി നദിയിൽ നിമീലിനമായി. ആ സ്ഥലമാണ് ബിന്ദു സരസ് എന്ന് പറയുന്നത്. അവിടെയാണ് കർദമ മഹർഷിയുടെ ആശ്രമം. അതിന് സമീപത്തെല്ലായിടവും മഹർഷിമാരുടെ ആശ്രമങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബിന്ദു സരസിൽ ഇറങ്ങി സ്നാനം ചെയ്തിട്ട് വരൂ എന്നാണ് കർദമൻ തൻ്റെ പ്രിയ ഭാര്യയായ ദേവഹൂതിയോട് പറയുന്നത്. ദേവഹൂതി മെലിഞ്ഞ ശരീരത്തോടും ജട പിടിച്ച തലമുടിയോടും മരവിരിയാകുന്ന വസ്ത്രത്തോടും കൂടി ബിന്ദു സരസിലിറങ്ങി മുങ്ങി.
ആ സരസിൽ സ്നാനം ചെയ്തതോടെ ദേവഹൂതിയുടെ ദേഹപ്രകൃതി ആകെ മാറി. താൻ ആദ്യം അരമനയിൽ നിന്ന് വരുമ്പോഴുണ്ടായിരുന്ന സൗന്ദര്യ സമ്പത്തോടു കൂടിയവളായി തീർന്നു. സരസിന്റെ ഉൾഭാഗത്ത് 1000 വിദ്യാധര സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഭവതിയുടെ ദാസിമാരാണ്, ഞങ്ങളോട് ആജ്ഞാപിച്ചാലും. വിദ്യാധര സ്ത്രീകൾ ദേവഹൂതിയെ സുഗന്ധിയായ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു. പട്ടുവസ്ത്രങ്ങളെ കൊണ്ടും രത്നാഭരണങ്ങളെ കൊണ്ടും അലങ്കരിപ്പിച്ചു. വിശേഷപ്പെട്ട അന്നപാനീയങ്ങളൊക്കെ നൽകി സൽക്കരിച്ചു. തൻ്റെ ശരീര സൗന്ദര്യത്തെ കണ്ണാടിയിൽ നോക്കിക്കണ്ട ദേവഹൂതി ആശ്ചര്യപ്പെട്ടു. ഇവയെല്ലാം കർദമ പ്രജാപതിയുടെ യോഗ പ്രഭയാണെന്ന് ദേവഹൂതിക്ക് മനസ്സിലായി. ഉടനെ വിദ്യാധര സ്ത്രീകളോടൊന്നിച്ച് ഭർത്താവിൻ്റെ മുമ്പിൽ ദേവഹൂതി ചെന്ന് നിന്നു. സ്നാന അലങ്കാരങ്ങളാൽ അത്യന്തം സുന്ദരിയായി ശോഭിക്കുന്ന ദേവഹൂതിയോടുകൂടി കർദമ പ്രജാപതി ആ വിമാനത്തിൽ കയറി. അദ്ദേഹത്തിൻ്റെ ശരീരവും യൗവനയുക്തവും സുന്ദരവുമായി തീർന്നു. ദേവഹൂതിയോടും വിദ്യാധര സ്ത്രീകളോടും കൂടി വിമാനത്തിൽ സഞ്ചരിക്കുന്ന കർദമൻ നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രനെ പോലെ ശോഭിച്ചു. സ്ത്രീകളാൽ പരിവൃതനായി സിദ്ധന്മാരാൽ സ്തുതിക്കപ്പെടുന്ന കർദമ പ്രജാപതി മഹാമേരു പർവ്വതത്തിന്റെ താഴ്വര പ്രദേശങ്ങളിൽ കുബേരനെ പോലെ തേജസ്വിയായി സഞ്ചരിച്ചു. ഗംഗാജല പ്രവാഹത്താൽ അതിമനോഹരമായ ശബ്ദത്തോടു കൂടിയതും മന്ദമാരുതൻ മെല്ലെ മെല്ലെ വീശിക്കൊണ്ടിരിക്കുന്നതുമായിരുന്നു ആ താഴ്വരകൾ. വൈശ്രംഭകം, സുരസനം, നന്ദനം, പുഷ്പഭദ്രം, മാനസം, ചൈത്രരഥം എന്നീ ദേവ ഉദ്യാനങ്ങളിൽ കർദമ മഹർഷി ദേവഹൂതിയോടൊന്നിച്ച് വിനോദിച്ച് സഞ്ചരിച്ചു. ആഗ്രഹമനുസരിച്ച് എവിടെ വേണമെങ്കിലും സഞ്ചരിച്ചുയരുന്ന വിമാനത്തിലൂടെ യാത്ര ചെയ്തിരുന്ന കർദമൻ വായുവിനെ പോലെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ദേവന്മാരെ പോലും അതിശയിപ്പിച്ചു. ഭഗവാനെ സർവാത്മന ആശ്രയിച്ചവർക്ക് എന്താണ് കിട്ടാൻ പ്രയാസമുള്ളത്? അതാണ് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന മനുഷ്യർ നേടിയെടുക്കുന്ന പരമാവധി എന്ന് പറയുന്ന സമ്പത്താണ്. ആ സമ്പത്തിലൂടെ സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുക്കാം. എന്നാൽ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. നമുക്ക് ശരീരം സ്വസ്ഥമായി ഇരിക്കുമ്പോഴും നമുക്കൊരു എതിരാളി ഇല്ലാതെ വരുമ്പോഴും ആ സ്ഥാനത്തൊക്കെ ഇരിക്കാനേ കഴിയുകയുള്ളൂ. സമ്പത്തെന്ന് വെച്ചാൽ നശിച്ചു പോകുന്നതാണ്. അതൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ സമാധി പൂണ്ട് ഭഗവാന് വേണ്ടി ജീവിച്ച് ആ അഷ്ടസിദ്ധികൾ നേടുന്ന യോഗ വൈഭവം നേടുന്ന മഹർഷിമാർക്ക് ലഭിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു ചെറു വിരലിൻ്റെ നഖത്തിൻ്റെ അത്രയും പോലും ഇല്ല ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു രാജാവിന് ലഭിക്കുന്ന സർവ്വ സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും പോലും. അതാണ് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാൻ നമ്മൾ ചിന്തിക്കുന്നതിനൊന്നുമല്ല. നമുക്ക് ഭൂമിയിലെ കാര്യങ്ങളെ ചിന്തിക്കാൻ കഴിയൂ. അതിന് അപ്പുറത്തുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമുക്ക് വല്ല പിടിയുമുണ്ടോ? അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാൻ നമുക്ക് തരും. ഭഗവാന് വേണ്ടി ജീവിക്കണം. ഇവിടെ 10,000 സംവത്സര കാലമാണ് മഹർഷി ഭഗവാന് വേണ്ടി ജീവിച്ചത്. 12 വർഷക്കാലമാണ് ദേവഹൂതിയും കർദമനും കൂടി ഒന്നിച്ച് ഒരു തപസ്വിനിയായി ദേവഹൂതിയും താപസിയായി കർദമനും ജീവിച്ചു. അപ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെ വൈരാഗ്യം ബാധിച്ചവളായി, നിസ്സംഗത്വം ബാധിച്ചവളായി, ആ മഹർഷിക്ക് എന്താണോ ആഗ്രഹം അതുപോലെ ജീവിച്ചു. അങ്ങനെയാണോ നമ്മുടെയൊക്കെ ജീവിതമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ എന്താണ് തന്നെ ഏൽപ്പിച്ച തൻ്റെ ഭർത്താവിൻ്റെ ഡ്യൂട്ടി എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്, അതിനനുസരിച്ച് ജീവിക്കുന്ന ഭാര്യമാർ, അപ്പോഴാണ് ഭഗവാൻ അവിടെ പ്രസാദിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിനെ എനിക്ക് പറ്റിയതല്ല, എനിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് നമ്മളത് ഉപേക്ഷിച്ച് നമ്മുടെ ആഗ്രഹവും ആവശ്യവും അനുസരിച്ച് നമ്മൾ മറ്റു പലരെയും സമീപിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഭഗവാൻ പ്രസാദിക്കാതെ തന്നിഷ്ടക്കാരായ മനുഷ്യരെ അവരവരുടെ ജീവിതത്തിന് വിടുന്നത്. അപ്പോൾ എന്താണോ നമ്മളെ ഭഗവാൻ ഏൽപ്പിച്ചത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ, അതാണ് ഭഗവാന്റെ ഇച്ഛയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ച് എന്ന് സമാധാനിച്ച് ഭഗവാനിൽ ശാശ്വതമായ സമാധാനം കണ്ടെത്തുന്ന ഏതൊരു വ്യക്തിക്കും ഏത് ദമ്പതികൾക്കും ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കുമെന്നതിന് തെളിവാണിത്. യോഗിയായി വളരെ ശ്രേഷ്ഠനായ കർദമൻ ലോകങ്ങളിലെ അത്ഭുതങ്ങളെല്ലാം ദേവഹൂതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ ലോകങ്ങളിൽ ഇഷ്ടമുള്ള ലോകങ്ങളിലെല്ലാം സഞ്ചരിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് 100 സംവത്സര കാലം അവർ ദാമ്പത്യ സുഖം അനുഭവിച്ച് ജീവിച്ചു. നോക്കൂ, 12 സംവത്സര കാലമേ
അവർ ഒന്നിച്ച് സന്യാസ ജീവിതം അനുഭവിച്ചുള്ളൂ. എന്നാൽ 100 സംവത്സരക്കാലം ദാമ്പത്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൗഭാഗ്യകരമായിട്ടുള്ള ആനന്ദപരമായിട്ടുള്ള ജീവിതം അവർ നയിക്കുകയാണ്. അങ്ങനെ 100 സംവത്സരക്കാലം ഒരു മുഹൂർത്ത നേരം പോലെ അല്പസമയമായിട്ടാണ് ദേവഹൂതിക്ക് തോന്നിയത്. കാരണം അത്രയും ആനന്ദ നിർഭരമായിരുന്നു. അത് പെട്ടെന്ന് കടന്നുപോയതായിട്ട് തോന്നിയത്. അതിനുശേഷം അവർ ആശ്രമത്തിലേക്ക് മടങ്ങി വന്ന് കർദമ പ്രജാപതി അപ്പോൾ ദേവഹൂതിയിൽ ഗർഭധാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. തിരിച്ചു വന്ന് 100 സംവത്സരക്കാലം അവർക്ക് ആ യൗവനത്തിൻ്റെ ആ സന്തോഷം അനുഭവിച്ച്, ദാമ്പത്യ സുഖങ്ങളെല്ലാം അനുഭവിച്ച്, അതിനുശേഷം ആശ്രമത്തിലേക്ക് മടങ്ങി വന്ന് ഗർഭധാനം ചെയ്തു. ക്രമേണ ദേവഹൂതി 9 പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഇത് ഒരേ സമയം ഇപ്പോൾ ഇരട്ടകളൊക്കെ ഉണ്ടാകുന്നത് പോലെ കർദമന്റെ വീര്യം 9 കുഞ്ഞുങ്ങളിലായിട്ട് വ്യാപരിക്കുകയാണ് ചെയ്തത് ഒരേ സമയം തന്നെ. അവരെല്ലാം താമരപ്പൂവിൻ്റെ മണത്തോടു കൂടിയതും അതിസുന്ദരിമാരുമായിരുന്നു ജന്മനാ തന്നെ. കാരണം എത്ര ശ്രേഷ്ഠരായിട്ടുള്ള മാതാപിതാക്കളാണ്. അവർക്കുണ്ടായ സന്താനങ്ങൾ ഭഗവാന്റെ തന്നെ ആ ഒരു ഗന്ധത്തിനുടമകളല്ലേ. ഭഗവാൻ തന്നെയല്ലേ ആ കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ അവർക്ക് ലഭിച്ചത്. കുട്ടികൾ പിറന്നതോടെ കർദമ പ്രജാപതി സന്യസിച്ചു പോകാനായി ഒരുങ്ങി. പുറമേ പുഞ്ചിരിച്ചുകൊണ്ടും അകമേ ദുഃഖാധിക്യത്താൽ ഹൃദയം നീറിക്കൊണ്ടും വളരെ വിഷമിച്ച് കണ്ണുനീർ നിയന്ത്രിച്ചുകൊണ്ട് ദേവഹൂതി പറയുകയാണ്, അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം എനിക്ക് സാധിച്ചു തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിലും ആശ്രയിച്ചവളായ എൻ്റെ ഭയം തീർത്ത് അനുഗ്രഹിക്കുവാൻ അവിടത്തേക്ക് ദയയുണ്ടാവണം. ഈ പെൺകുഞ്ഞുങ്ങളെ പ്രായപൂർത്തി വന്നതിന് ശേഷം തക്ക വരന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. അങ്ങ് സന്യസിച്ചു പോയാൽ എന്നെ സമാധാനിപ്പിക്കാനായി എനിക്കൊരു പുത്രനും ഉണ്ടാകുവാൻ അനുഗ്രഹിക്കുകയും വേണം. ഇത്രയും കാലം ആത്മതത്വത്തെ മറന്നും ശരീരസുഖങ്ങളിൽ മുഴുകിയും എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദിവസങ്ങൾ അങ്ങയുമായി എനിക്ക് ജീവിച്ചപ്പോൾ ഒരുപാട് ഈശ്വരാനുകൂല്യം നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. അങ്ങയുടെ ആ മഹാത്മ്യത്തെ അറിയാതെ ഞാൻ വെറും ശരീരസുഖത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങയോട് ഇത്രയും കാലം ഈ 100 സംവത്സര കാലവും ബന്ധപ്പെട്ടത്. ആത്മതത്വമറിഞ്ഞ അങ്ങയെ അതിനനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയില്ല എന്നിവിടെ ദേവഹൂതി ഭർത്താവ് പിരിയാൻ സന്യാസത്തിന് പോകുവാൻ തീരുമാനിക്കുമ്പോഴാണ് ദേവഹൂതി സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. ഇത്രയും അഷ്ടസിദ്ധികൾ ഭഗവാനോടൊപ്പമുള്ള ഐശ്വര്യങ്ങൾ നേടിയ ആളെ എനിക്ക് ഭർത്താവായി ലഭിച്ചിട്ട് ഞാൻ വെറും ശരീരസുഖത്തിന് വേണ്ടി 100 സംവത്സര കാലം അദ്ദേഹത്തിനെ ഉപയോഗിച്ചല്ലോ. എനിക്ക് മോക്ഷം ലഭിക്കുവാൻ, പരമമായ സായുജ്യം ലഭിക്കുവാനുള്ള പദ്ധതികളൊന്നും അദ്ദേഹത്തിൽ നിന്ന് നേടാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് ഒരു ഇച്ഛാഭംഗം തോന്നുകയാണ്. ഭൗതിക സുഖത്തിനേക്കാൾ ഉപരിയായിരുന്നല്ലോ എനിക്ക് കിട്ടേണ്ടിയിരുന്ന ആത്മസുഖം, അത് ഞാൻ നേടിയില്ലല്ലോ എന്നൊക്കെയുള്ള വിഷമം കാരണം ഇവിടെ ഭർത്താവിനോന്റെ മുമ്പിൽ വളരെ വിഷണ്ണയായി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിലും മഹാത്മാവായ അങ്ങയോടുണ്ടായ ചേർച്ച, ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങയെ ശരീരസുഖത്തിന് വേണ്ടി അങ്ങയോടൊത്ത് ജീവിച്ചെങ്കിലും അങ്ങയോട് ചേർന്ന ആ ചേർച്ച സത്സംഗമായി തീർന്ന് എൻ്റെ ഭയം നശിക്കുമാറായി തീരണം. അങ്ങയോട് ഇത്രയും കാലം ഞാൻ കഴിഞ്ഞത് അതൊരു സത്സംഗമായി മാറണം. ദുർജന സംഘം സംസാര ബന്ധത്തിന് കാരണമാണ്. ആ ചേർച്ച സജ്ജനങ്ങളോടായാൽ അത് നിസ്സംഗത്വത്തിനും കാരണമായി തീരുമല്ലോ. ദേവഹൂതി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാഷണമാണത്. ദുർജനങ്ങളോടുള്ള സംഘം സംസാര ബന്ധത്തിന് കാരണവും സജ്ജനങ്ങളോടുള്ള സംഘം നിസ്സംഗത്വത്തിന് കാരണവുമായി തീരും. അങ്ങയോട് എനിക്കുള്ള സംഘം നിസ്സംഗത്വത്തിന് കാരണമായി തീരണം. എന്നെ ഭൗതിക സുഖങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നിസ്സംഗത്വം നിറഞ്ഞ മനസ്സിനുടമയാക്കി തീർക്കണം. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ, ധർമ്മം, വൈരാഗ്യം, ഈശ്വര ആശ്രയം ഇവയ്ക്ക് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങളെ ചെയ്യുന്നവൻ ജീവൻ മൃതൻ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ ധർമ്മത്തിനും വൈരാഗ്യത്തിനും ഈശ്വര ആശ്രയത്തിനും പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃതന്മാരാണെന്നാണ് ദേവഹൂതി പറയുന്നത്. മനുഷ്യർ ജീവിക്കുമ്പോൾ തന്നെ അവർ മരിച്ചതിന് തുല്യമാണെന്ന്. ഞാൻ ഭഗവാന്റെ മായയാൽ വഞ്ചിക്കപ്പെട്ടു പോയി. അതാണ് മോക്ഷമാർഗം ഉപദേശിക്കുവാൻ കഴിവുള്ള അങ്ങയെ ആശ്രയിച്ചിട്ടും എനിക്ക് സംസാര ബന്ധത്തിൽ നിന്ന് മുക്തയായി തീരാൻ കഴിയാഞ്ഞത്.
അപ്പോൾ ഇപ്പോഴും സംസാര ബന്ധത്തിൽ മുഴുകികളായി ഞാൻ നിൽക്കുന്നതിന് കാരണം മോക്ഷമാർഗം ഉപദേശിക്കാൻ കഴിവുള്ള അങ്ങയെ ഞാൻ ആശ്രയിച്ച് ജീവിച്ചിട്ട് ഞാൻ അതൊന്നും ആഗ്രഹിച്ചില്ല. എനിക്ക് പരമമായ മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കാതെ സംസാര ബന്ധത്തിന് വേണ്ടി അങ്ങയെ നിർബന്ധിച്ച് അതിനുവേണ്ടി ജീവിച്ചു. ഇപ്പോൾ അതെൻ്റെ ആഗ്രഹം അവിടുന്ന് പൂർത്തീകരിച്ചിട്ട് അങ്ങ് വീണ്ടും സന്യാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ വീണ്ടും ഒറ്റപ്പെടുകയാണ്. ഇതെല്ലാം കർദമ മഹർഷിക്ക് അറിയാം. കാരണം ഈ 9 മക്കൾക്ക് ശേഷം ഭഗവാൻ കപിലാവതാരം ചെയ്ത് കപില വാസുദേവനായി ഞാൻ അങ്ങയുടെ മകനായി ജനിക്കുമെന്നും സാഖ്യശാസ്ത്രത്തിൻ്റെ സാഖ്യയോഗം, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി 24 ഘടകങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന ആ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം കപില ഭഗവാനാണ്, കപില വാസുദേവനാണ് നമുക്ക് ഈ ഭാരതീയ ദർശനപ്രകാരം പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഭഗവാൻ കപിലനായി കർദമൻ്റെയും ദേവഹൂതിയുടെയും മകനായി ജനിച്ചിട്ടാണ്. അത്രയും ശ്രേഷ്ഠരായിട്ടുള്ള 2 ദമ്പതിമാരുടെ മകനായി ജനിക്കാനല്ലാതെ ഭഗവാൻ മറ്റാരുടെ മകനായിട്ടാണ് ജനിക്കേണ്ടത്? അതും ഭഗവാൻ നേരത്തെ തന്നെ കർദമന് പ്രത്യക്ഷപ്പെട്ട സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആ ബിന്ദു സരസിൽ വെച്ച്. അപ്പോൾ കർദമ മഹർഷിക്ക് അറിയാം ഇനിയും കപിലൻ അവതാരം ചെയ്യുമെന്ന്. പക്ഷേ ഇവിടെ ദേവഹൂതിയുടെയും മനസ്സിൽ ഈ 9 കുഞ്ഞുങ്ങളെയും ഞാൻ വിവാഹം ചെയ്ത് അവർക്ക് തക്കവരുടെ കൂടെ അയച്ചു കൊടുക്കണം, അതിനുശേഷം അങ്ങ് സന്യാസത്തിന് പോകുമ്പോൾ എനിക്ക് ആശ്വാസമായി ഒരു മകനെയും തരണം എന്ന് ആ ആഗ്രഹം ഇവിടെ ദേവഹൂതിക്കും വരികയാണ്. ദേവഹൂതി അത് അറിഞ്ഞിട്ടില്ല ഇനിയും ഭഗവാൻ ജനിക്കുന്ന കാര്യം. അപ്പോൾ ഇനിയും അവർക്ക് കർദമ പ്രജാപതിയുടെ മകനായി തന്നെ കപില വാസുദേവൻ ആ ദേവഹൂതിയുടെ മകനായി ജനിക്കുകയാണ്. കപില ഭഗവാന്റെ അവതാരം നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.